ലെക്ചർ 6ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ലെക്ചർ 6ൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്ലിക് ഗ്രൂപ്പ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, കുറച്ച് തിയറംസ്, അതുപോലെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എല്ലാവർക്കും ലെക്ചർ 6ലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ് എവരിബഡി. ഓക്കെ, നമ്മളിന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഡെഫിനിഷൻ. എ ഗ്രൂപ്പ്, സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ഡെഫിനിഷനാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എ ഗ്രൂപ്പ് G is cyclic if there is an element A in G such that A raised to n belongs to Z equal to G. That means ഒരു സിംഗിൾ എലമെൻറ്റ് A കൊണ്ട് G എല്ലാ എലമെൻസിനും ജനറേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ Gനെ വിളിക്കുന്ന പേരാണ് സൈക്ലിക് ഗ്രൂപ്പ്. ഫോർ എക്സാമ്പിൾ Z പ്ലസ് സെറ്റ് ഓഫ് 4 ഇൻറ്റിജേഴ്സ് അണ്ടർ അഡീഷൻ. ഈ സെറ്റിനെ നമുക്ക് 1 ഉപയോഗിച്ച് എല്ലാ എലമെൻസിനും ജനറേറ്റ് ചെയ്യാൻ പറ്റും. 2നെ 1 + 1 2 കിട്ടുമല്ലോ, 3യെ 1 + 1 + 1 3, അങ്ങനെ 0നെ 1⁻0 എന്നാൽ 0 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 0നെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. 1⁻−1 എന്ന് പറഞ്ഞാൽ നമ്മൾ -1 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ -1നെ 1 ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. -2നെ 1⁻²1 എന്ന് എടുത്തു കഴിഞ്ഞാൽ -2 കിട്ടും. അങ്ങനെ എല്ലാ എലമെൻറ്റ്സും സിംഗിൾ എലമെൻറ്റ് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് Z+ ഒരു സൈക്ലിക് ഗ്രൂപ്പ്. സൈക്ലിക് ഗ്രൂപ്പ് ഒരു സിംഗിൾ എലമെൻറ്റ് കൊണ്ട് ബാക്കി എല്ലാ എലമെൻറ്റ്സിനെയും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് സൈക്ലിക് ഗ്രൂപ്പ്. മറ്റൊരു എക്സാമ്പിൾ Z2 മീൻസ് സെറ്റ് അഡീഷൻ മോഡിലോ 2, അതായത് സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സിന് നമ്മൾ 2 എലമെൻറ്റ്സിന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്തതിന് ശേഷം അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡേഴ്സ്, അതിൻ്റെ കളക്ഷനാണ് സെറ്റ്. ഏത് ഇൻറ്റിജറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ ഒന്നെങ്കിൽ 0 ആയിരിക്കും അല്ലെങ്കിൽ 1 ആയിരിക്കും. അപ്പോൾ Z2 എലമെൻറ്റ്സ് 0യും കിട്ടുന്നു. അണ്ടർ അഡീഷൻ മോഡിലോ 2 സൈക്ലിക് ഗ്രൂപ്പ്. കാരണം 1 കൊണ്ട് അതിൽ എല്ലാ എലമെൻറ്റ്സിനും ജനറേറ്റ് 1 + 1 എന്ന് പറയുമ്പോൾ 0 ഉണ്ട്. കാരണം 1 + 1 2 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 0 ആണല്ലോ. സോ സൈക്ലിക് ഗ്രൂപ്പ് ഈസ് ഡെഫിനിഷൻ നമുക്ക് മനസ്സിലായി. ഇനി ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ ഓഫ് ആൻ എലമെൻറ്റ് G be a group and A belongs to G. If the cyclic subgroup generated by A of G is finite, then order of A is the order of the cyclic subgroup generated by A of the cyclic subgroup. അതായത് otherwise we say that A is infinite order. അതായത് നമ്മൾ പറയുന്നത് G ഒരു ഗ്രൂപ്പ്, അതിലത്തെ എലമെൻ്റ് A ആണ്. അങ്ങനെയാണ് A കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു സൈക്ലിക് സബ് ഗ്രൂപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് H = n belongs to Z. ഈ സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ഓർഡർ ഫൈനൈറ്റ് ആണെങ്കിൽ ആ ഓർഡറിനെ വിളിക്കുന്ന പേരാണ് ഓർഡർ ഓഫ് ദ എലമെൻറ്റ് എയുടെ ഓർഡർ. ഇനി അത് ഇൻഫൈനൈറ്റ് ആണ്, അതായത് ഈ എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ അതിൻ്റെ ഓർഡർ എയുടെ ഓർഡർ ഇൻഫൈനൈറ്റ് എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ Z3 എടുക്കുക. അതായത് സെറ്റ് ഓഫ് Z3 എലമെൻറ്റ്സ് 1 0 2. ഓക്കെ, അഡീഷൻ മോഡിലോ 3, അതായത് എലമെൻറ്റ്സിനെ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസറിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ കിട്ടുന്ന റിമൈൻഡറാണ് Z3 എലമെൻറ്റ്സ് ആയിട്ട് നമ്മൾ പറയും ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ Z3 എലമെൻറ്റ്സ് 0യും 1ഉം 2 ആണല്ലോ. കാരണം 3 കൊണ്ട് ഏത് ഇൻറ്റിജറിനെ ഡിവൈഡ് ആയി കിട്ടുന്ന റിമൈൻഡർ 0 1 2 3 ആണല്ലോ. ഓക്കെ, അങ്ങനെ ഡിവൈഡ് ചെയ്താൽ കിട്ടും Z3 എലമെൻറ്റ്സ് എടുക്കും. Z3 ഒരു എലമെൻറ്റ് 1 ഒരു എലമെൻ്റ് ആണല്ലോ Z3. ഇപ്പോൾ നമ്മൾ ഈ 1നെ 1 + 1 എന്താ 1 ആഡ് ചെയ്താൽ 2 കിട്ടുന്നു. 1 ആഡ് ചെയ്താൽ 2 കിട്ടുന്നു. പിന്നെ വീണ്ടും 1 ആണ്, 1 + 1 + 1 കിട്ടി, എന്നിട്ട് 0 കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ 1 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് ഗ്രൂപ്പ് 1 0 1 2. അപ്പോൾ അതാണ് 1 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്കിൾ. അതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 3 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ 1ൻ്റെ ഓർഡർ എത്ര? 1ൻ്റെ ഓർഡർ 3 ആണ്. അതുപോലെ 2ൻ്റെ ഓർഡർ 2 + 2 4, റിമൈൻഡർ 1. അപ്പോൾ 2 + 2 1 ആണ് Z3 കിട്ടുക. വീണ്ടും 2 + 1 0 കിട്ടും. അപ്പോൾ എല്ലാ എലമെൻറ്റ്സിനും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ സൈക്ലിക് സബ്ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 2ലുള്ള ഓർഡർ എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 2ൻ്റെ ഓർഡർ 3 ആണ്, 1ൻ്റെ ഓർഡർ 3 ആണ് Z3. ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് Z6 എടുക്കാം. Z6ൽ ഉള്ള എലമെൻറ്റ്സ് 0 1 2 3 4 5 3 ആണ്. 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡേഴ്സുകളുടെ കളക്ഷൻ. ഇനി അതിലൊരു എലമെൻറ്റ് ഞാൻ 2 എടുക്കുക. 2ൻ്റെ ഓർഡർ എത്ര ആയിരിക്കും Z6ൽ?
Z6 2ൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 2നെ നമുക്ക് എത്ര 2 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന Z6ൻ്റെ സൈക്കിൾ സബ് ഗ്രൂപ്പുകളാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് 2 ഉണ്ടാവും, പിന്നെ 2 + 2 2 + 2 പറഞ്ഞാൽ 4, അപ്പോൾ 4 Z6 അപ്പോൾ 4 ഉണ്ടാവും. വീണ്ടും 2 + 2 + 2 3 ടൈംസ് ആണ് 0 കിട്ടും. ഇനി അത് നമ്മൾ വീണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 എലമെൻറ്റ്സ് തന്നെ ആയിട്ടുള്ളൂ 2 4 0. അപ്പോൾ 2 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്കിൾ സബ് ഗ്രൂപ്പ് ഓഫ് Z6 പറഞ്ഞാൽ 2 സെറ്റ് 0 2 4. അതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 3 എലമെൻറ്റ്സ്. അതുകൊണ്ട് 2ൻ്റെ ഓർഡർ ഇൻ Z6 എത്ര ആയിരിക്കും? 3 ആയിരിക്കും. ഇതുപോലെ 3 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്കിൾ സബ് ഗ്രൂപ്പ് എടുക്കുക Z6ൻ്റെ 0 3 + 3 3 + 3 ആകുമ്പോൾ 0 6 അല്ല, 6ന് 6 കൊണ്ട് ഡിവൈഡ് കിട്ടുന്ന റിമൈൻഡർ 0. അപ്പോൾ റിമൈൻഡർ 0 കിട്ടുന്നു. സോ അതിൻ്റെ എലമെൻറ്റ്സ് era 0യും 3യും. അങ്ങനെയാണെങ്കിൽ 3 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്കിൾ സബ് ഗ്രൂപ്പിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 2 എലമെൻറ്റ്സ്. Z6ൻ്റെ കേസ് എടുക്കുമ്പോഴാണ് 2 എലമെൻറ്റ്സ് 3 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്കിൾ സബ് ഗ്രൂപ്പുള്ളൂ. അപ്പോൾ അതിൻ്റെ 3യുടെ ഓർഡർ എത്ര ചോദിച്ചാൽ 2. ഇതാണ് ഓർഡർ എന്ന് പറഞ്ഞാൽ. നോട്ടായിട്ട് എഴുതാം. ഇനി Z എടുക്കുക, അഡീഷൻ ആയിട്ട് എടുക്കുക, ഓപ്പറേഷൻ അഡീഷൻ ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ അതിലുള്ള എലമെൻറ്റ്സുകളുടെ എലമെൻറ്റ് 1 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്കിൾ സബ് ഗ്രൂപ്പ് ഏതാ? Z+ൻ്റെ Z+ തന്നെയാണ്. അതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ 1ൻ്റെ ഓർഡർ എത്ര? ഇൻഫൈനൈറ്റ് ഓർഡറാണ്. അതുപോലെ -1 എടുത്തു കഴിഞ്ഞാലും ജനറേറ്റ് ചെയ്യുന്ന സൈക്കിൾ സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ Z+ തന്നെ കിട്ടുക. അതിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ -1ൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാലും ഇൻഫൈനൈറ്റ് ഓർഡറാണ്. ഈ 2ൻ്റെ ഓർഡർ നോക്കുക Z+ൽ സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് അണ്ടർ അഡീഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ 2നെ 2 + 2 4 2 + 2 6 അങ്ങനെ കിട്ടും. ബാക്കോട്ട് ആണെങ്കിൽ 2 raised to 0 പറയുമ്പോൾ 0 കിട്ടും. 2 raised to -1 എന്ന് പറഞ്ഞാൽ -2 കിട്ടും. 2 raised to -3 -2 പറഞ്ഞാൽ -2 raised to -1 എന്ന് പറഞ്ഞാൽ -2 കിട്ടും. 2 raised to -2 പറഞ്ഞാൽ -4 കിട്ടും. 2 raised to -3 പറഞ്ഞാൽ -6 അങ്ങനെ എക്സെട്ര ഇങ്ങനെ കിട്ടും. അപ്പോൾ 2 കൊണ്ട് ജനറേറ്റ് ചെയ്ത സൈക്കിൾ ഗ്രൂപ്പിൽ നിന്ന് സബ് ഗ്രൂപ്പിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ 2യുടെ ഓർഡർ ഇൻ Z+ൽ അതായത് സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് അണ്ടർ അഡീഷനിൽ ആ 2Z2ൻ്റെ ഓർഡർ 2ൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ് ആയിരിക്കും. പക്ഷേ അതിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് 0 ആണല്ലോ Z+ൽ. അതിൻ്റെ ഓർഡർ എത്ര ആയിരിക്കും? 0 കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സൈക്കിൾ സബ് ഗ്രൂപ്പ് ഏതാ? 0 ഒരൊറ്റ എലമെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ നോട്ടായിട്ട് if A belongs to G is a finite order M, then M is the smallest positive integer A raised to M equal to the identity element of ഏറ്റവും ചെറിയ ഇൻറ്റിജർ M ആണ് എയുടെ ഓർഡർ എന്ന് പറയാൻ പറ്റും. അപ്പോൾ വേറെ രൂപത്തിൽ നമുക്ക് ഓർഡറിനെ ഡിഫൈൻ ചെയ്യാം. ഓർഡർ ഓഫ് ആൻ എലമെന്റ് ഈസ് ദ സ്മാളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ സച്ച് ദാറ്റ് A raised to M equal to D. ഇങ്ങനെയും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു എലമെൻറ്റിൻ്റെ ഓർഡർ കാണാൻ പറഞ്ഞാൽ ആ എലമെൻറ്റ് അതിനെ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് വരിക. എത്ര ടൈംസ് ഓപ്പറേറ്റ് ചെയ്താലാണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടുന്നത് അതായിരിക്കും അതിൻ്റെ ഓർഡർ. ആ എലമെൻറ്റിൻ്റെ ഓർഡർ അങ്ങനത്തെ ഏറ്റവും ചെറിയ നമ്പർ. ഇപ്പോൾ Z6ൽ 2നെ 3 ടൈംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും 0 കിട്ടും. അതുപോലെ 6 ടൈംസ് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും, അതുപോലെ 12 ടൈംസ് ഓപ്പറേറ്റ് ചെയ്താലും, 24 ടൈംസ് ഓപ്പറേറ്റ് ചെയ്താലൊക്കെ 0 കിട്ടും. പക്ഷേ അതിൽ ഏറ്റവും ചെറുത് 3 ടൈംസ് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് അങ്ങനെ ഉള്ള സ്മാളസ്റ്റ് ഇൻറ്റിജറിനെ വിളിക്കുന്ന പേരാണ് ഓർഡർ ഓഫ് ആൻ എലമെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ എലമെന്ററി പ്രോപ്പർട്ടീസ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് തിയറം. എവറി സൈക്ലിക് ഗ്രൂപ്പ് ഈസ് അബീലിയൻ. ഈ തിയറം നമ്മൾ മുമ്പ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡിവിഷൻ അലിഗോറി. ഇത് നിങ്ങൾ തേർഡ് സെമ്മിൽ പഠിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ഡിവിഷൻ അലിഗോറി എന്ന് പറയാം. ഇഫ് M is a positive integer and N is any integer, then there is an unique integer Q and R such that N equal to M, Q plus R, 0 less than or equal to R less than M. Here Q is quotient, R is the remainder. അതായത് ഒരു ഇൻറ്റിജറിനെ മറ്റൊരു പോസിറ്റീവ് ഇൻറ്റിജർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 ഇൻറ്റിജേഴ്സ് കിട്ടും, Q and R. Q and R കിട്ടും. ആ ക്യൂനെ ആറിനെ വിളിക്കുന്ന പേരാണ് കോഷ്യന്റ് ആൻഡ് റിമൈൻഡർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇൻറ്റിജറിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും Q plus R. ഇതാണ് ഡിവിഷൻ അൽഗോരിതം പറയുന്നത്.
ഇതിൻ്റെ പ്രൂഫ് നിങ്ങൾ പ്ലസ് തേർഡ് സെം പഠിച്ചിട്ടുണ്ട്. ആ പ്രൂഫ് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം. ഈ ഹോംവർക്ക് ഫൈൻഡ് ദ ക്വോഷ്യന്റ് ആൻഡ് റിമൈൻഡർ when 38 is divided by 7 using division algorithm. Find quotient and remainder when 68 is divided by -7 using division algorithm. ഈ ഡിവിഷൻ അൽഗോരിതം ഉപയോഗിച്ച് ചെയ്യുന്നത് 2 ഹോംവർക്ക്. ഇതൊക്കെ അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യാനുള്ളതാണ്. ഇത് ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്യണം. നെക്സ്റ്റ് തിയറാണ്. എ സബ് ഗ്രൂപ്പ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ഈസ് സൈക്ലിക്. ഒരു സൈക്ലിക് ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പ് സൈക്ലിക് ആയിരിക്കും. വെരി ഇമ്പോർട്ടൻറ്റ് തിയറാണ്, ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സൈക്ലിക് ഗ്രൂപ്പ് ജി കൺസിഡർ ചെയ്യുക, അതിൻ്റെ സബ് ഗ്രൂപ്പ് എച്ചും കൺസിഡർ ചെയ്യുക. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എച്ച് ഒരു സൈക്ലിക് സബ് ഗ്രൂപ്പാണ് പ്രൂവ് ചെയ്യണം. അതായത് എച്ച് ഒരു എലമെൻറ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നത് പ്രൂവ് ചെയ്യണം. അപ്പോൾ എച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ ട്രിവിയൽ സബ് ഗ്രൂപ്പ് സെറ്റ്, അതായത് ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാത്രമുള്ള എലമെൻറ്റ്സ് എപ്പോഴും സബ് ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ ഈ എച്ചിൽ ഐഡൻറ്റിറ്റി എലമെൻറ്റ് മാത്രം ഉള്ളെങ്കിൽ ക്ലിയർ ആയിട്ടും എച്ച് സൈക്കിൾ, കാരണം ഈ കൊണ്ട് എച്ചിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എച്ച് ഈക്വൽ ടു ഇ മാത്രമുള്ളപ്പോൾ ഈ ജസ്റ്റ് ഇ റേസ് ടു 1 കൊണ്ടല്ല E0 ആയിട്ട് എടുത്തിട്ടുണ്ട്. 2 രൂപത്തിലാണെങ്കിൽ പറഞ്ഞാലും എച്ചിനെ ഇ കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എച്ച് എന്താണ് സൈക്ലിക് ഗ്രൂപ്പാണ്. ഇനി അത് ട്രിവിയൽ കേസാണ്. അപ്പോൾ എച്ച് നോട്ട് ഈക്വൽ ടു ഐഡൻറ്റിറ്റി എലമെൻറ്റ് സെറ്റ് ഐഡൻറ്റിറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ ഇ അല്ലാത്തൊരു വേറെ എലമെൻറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ജിൻ്റെ പ്രത്യേകത ജി സൈക്ലിക് ഗ്രൂപ്പാണ്. അപ്പോൾ ജി എന്ന് പറഞ്ഞാൽ എ ഒരു സിംഗിൾ എലമെൻറ്റ് അതിൻ്റെ എലമെൻറ്റ് എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നതായിരിക്കുമല്ലോ. ജിയുടെ ഒരു സിംഗിൾ എലമെൻറ്റ് എ കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജിത്തെ എല്ലാ എലമെൻസും ഒരു എൻ ഫോം ആയിരിക്കും, n belongs to Z. അപ്പോൾ എച്ച് നോട്ട് ഈക്വൽ ടു ഇ ആണ്. അപ്പോൾ എച്ചിൽ ഇ അല്ലാത്ത എലമെൻ്റ് ഉണ്ട്. എച്ച് ജിയുടെ സബ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് എച്ചിത്തെ എല്ലാ എലമെൻസും ജിയിലുണ്ടാവും. അപ്പോൾ എച്ചിലുള്ള ഐഡൻറ്റിറ്റി എലമെൻ്റ് അല്ലാത്ത എലമെൻസൊക്കെ ഈ ഫോമിലായിരിക്കും, n ഫോം. കാരണം ജിയുടെ ജനറേറ്ററാണ് എ. കാരണം നമ്മൾ പറഞ്ഞിട്ടില്ല ജി ബി എ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ ആണല്ലോ. അപ്പോൾ n ഒരു എലമെൻറ്റ് എച്ചിലുണ്ടാവും ഫോർ സം n belongs to. ഇനി നമ്മൾ m belongs to h ആവുന്ന ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻറ്റിജർ ആയിട്ട് m എടുക്കാം. let m be the smallest positive integer such that m belongs to h. നമ്മൾ ക്ലെയിം ചെയ്യുന്നത് ഈ m h നെ ജനറേറ്റ് ചെയ്യുന്നത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. c equal to m generate h. ഇവിടെ m is the smallest positive integer such that m belongs to m എച്ചിലുണ്ടാകുന്ന ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻറ്റിജറാണ് m. അങ്ങനെയാണ് m നെ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്ലെയിം ചെയ്യാൻ പോകുന്നത് ഈ m, അതായത് c equal to m ജനറേറ്റ് h എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ h ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എച്ചിത്തെ എല്ലാ എലമെൻസും m-ൻ്റെ പവറാണ്, അതായത് സിയുടെ പവറാണെന്ന് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ വി മസ്റ്റ് ഷോ ദാറ്റ് എവരി b belongs to h ഈസ് എ പവർ ഓഫ് c. b എച്ചിലുണ്ട്, h ജിയുടെ സബ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് നമുക്കെന്ന് പറയാൻ പറ്റും ബി ജിയിലുണ്ടാവും. അപ്പോൾ ജിത്തെ എല്ലാ എലമെൻസും എയുടെ പവറാണ്. കാരണം ജിയിലെ ജനറേറ്റ് ചെയ്യുന്ന എ ആണല്ലോ. അപ്പോൾ ബിയിലെ എയുടെ പവറായിട്ട് എഴുതാൻ പറ്റും. b equal to m for some n belongs to Z. ഇങ്ങനെ ഡിവിഷൻ അൽഗോരിതം പറയുന്നത് ഒരു ഇൻറ്റിജറും m ഇവിടെ ഒരു പോസിറ്റീവ് ഇൻറ്റിജറാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഇൻറ്റിജറും ഒരു പോസിറ്റീവ് ഇൻറ്റിജർ തന്നു കഴിഞ്ഞാൽ ഒരു കോഷ്യന്റും റിമൈൻഡറും q and r such that n equal to mq plus r. ഈ ആറിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ എമ്മിനേക്കാൾ ചെറുതുമായിരിക്കും, 0-നേക്കാൾ വലുതും, 0യോ അതിനേക്കാൾ വലുതും. അതായത് റിമൈൻഡർ ആണല്ലോ. റിമൈൻഡർ എപ്പോഴും ഏതുകൊണ്ടാണോ ഡിവൈഡ് ചെയ്ത് ആ നമ്പറിനേക്കാൾ ചെറുതായിരിക്കും. അപ്പോൾ നമുക്ക് ബൈ ഡിവിഷൻ അൽഗോരിതം വി കൻ ഫൈൻഡ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് q and r such that n equal to mq plus r, 0 less than or equal to r less than. അങ്ങനെയാണ് ഈ എന്ന് പറഞ്ഞാൽ mq plus r. ഈ mq plus r നമുക്ക് സ്പ്ലിറ്റ് ചെയ്താൽ m(q) പ്ലസ് r നമുക്ക് ഇവിടെ നിന്ന് m(q)യുടെ ഇൻവേഴ്സ് ആണ് m(-q). അപ്പോൾ ഇവിടെ ഇൻവേഴ്സ് കൊണ്ട് രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്താൽ r equal to m(-q) ഇൻറ്റു അല്ല, ശരിക്കും അത് മനസ്സിലാക്കണം. അവിടെ ഒരു സ്റ്റാർ ആണ് അപ്പോൾ r നമുക്ക് m(-q) പക്ഷെ നമുക്കറിയാം n-ഉം m-ഉം എച്ചിലുണ്ട്. അങ്ങനെയാണെങ്കിൽ m(-q)ഉം n-ഉം എച്ചിലുണ്ടാവും. കാരണം എന്താ, m ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ പവേഴ്സും എച്ചിലുണ്ടാവും. അപ്പോൾ m(-q) എച്ചിലുണ്ടാവും, n ഓൾറെഡി എച്ചിലുണ്ട് നമുക്കറിയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുണ്ട്. ഇപ്പോൾ രണ്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രോഡക്റ്റ് ഏതിലുണ്ടാവും? എച്ചിലുണ്ടാവും. പ്രോഡക്റ്റ് മീൻസ്
ഓൾ റേസ് ടു മൈനസ് ക്യൂ സ്റ്റാർ എ റേസ് ടു ഏതാണോ ജീത്ത് ഓപ്പറേഷൻ അതാണ് ഉദ്ദേശിക്കുന്നത്. ആ പ്രോഡക്റ്റ് ഇതിലുണ്ടാവും. അതായത് എ റേസ് ടു ആർ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം ഓൾ റേസ് ടു മൈനസ് ക്യൂ എ റേസ് ടു ബിലോങ്സ് ടു എച്ച്. അപ്പോൾ എ റേസ് ടു ആർ എച്ചിലുണ്ട് ഇതിലിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എ റേസ് ടു ആർ എച്ചിലുണ്ട്. പക്ഷെ നമുക്കറിയാം എം ഇസ് സ്മാളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ സച്ച് ദാറ്റ് എ റേസ് ടു എം ബിലോങ്സ് എച്ച്. അന്ന് ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻറ്റിജറാണ് എം. പക്ഷേ ഈ എമ്മിനേക്കാൾ ചെറുതാണ് ആർ. എ റേസ് ടു ആർ ആണെങ്കിൽ ഇതിലുണ്ടായിരുന്നു എച്ചിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എം സ്മാളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ സച്ച് ദാറ്റ് എ റേസ് ടു എം ബിലോങ്സ് എച്ച് ആണ്. പക്ഷെ ആ എമ്മിനേക്കാൾ ചെറിയൊരു ആർ കിട്ടി സച്ച് ദാറ്റ് എ റേസ് ടു ആർ ബിലോങ്സ് എച്ച്. പക്ഷെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എം പോസിറ്റീവ് ഇൻറ്റിജർ അല്ലാതിരിക്കും, ആർ പോസിറ്റീവ് ഇൻറ്റിജർ അല്ലാതിരിക്കണം. പിന്നെ എന്താ പോസിറ്റീവ് ഉള്ളത്? പോസിബിൾ ഉള്ളൂ ആർ ഈക്വൽ ടു 0. ഇവിടെ ആർ ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ എൻ ഈക്വൽ ടു നമുക്കറിയാം എം ക്യൂ പ്ലസ് ആർ ആണ്. അപ്പോൾ എൻ ഈക്വൽ ടു എം ക്യൂ ആയിട്ട് മാറും. അപ്പോൾ ബി ഈക്വൽ ടു എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം ഓൾ റേസ് ടു ക്യൂ. എ റേസ് ടു എം എന്ന് പറയുന്നത് സി റേസ് ടു ക്യൂ. അപ്പോൾ സി റേസ് ടു ക്യൂ അതായത് ബി എന്തിൻ്റെ പവറാണ്? സിയുടെ പവറാണ്. അപ്പോൾ ബിനെ ആര് ജനറേറ്റ് ചെയ്തു? സി ജനറേറ്റ് ചെയ്തു. അപ്പോൾ ബി എച്ചത്തെ ഒരു ആർബിട്രറി എലമെൻ്റ് ആണ്. അപ്പോൾ എച്ചത്തെ എല്ലാ എലമെൻസിനെയും ആര് ജനറേറ്റ് ചെയ്യുന്നുണ്ട്? സി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എച്ച് എന്താണ്? ഒരു സൈക്ലിക് ഗ്രൂപ്പാണ്. നെക്സ്റ്റ് കൊറോളറി. കൊറോളറി പറയുന്നത് സബ് ഗ്രൂപ്പ് ഓഫ് സെഡ് അണ്ടർ അഡീഷൻ ആർ പ്രിസൈസ്ലി എൻ ഇസെഡ് എൻ ബിലോങ്സ് സെഡ്. ഇതിൻ്റെ ഇൻഡ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അതായത് സെഡത്തെ സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എൻ ഇസെഡ് ആണ്. അതായത് എൻ ഇസെഡ് എൻ ബിലോങ്സ് ഫോർ എക്സാമ്പിൾ 2z, അതായത് സെറ്റ് ഓഫ് 2ൻ്റെ മൾട്ടിപ്പിൾസ്. 4z 4ൻ്റെ മൾട്ടിപ്പിൾ, 3z 3. അപ്പോൾ ഈ ഫോമിലുള്ള എല്ലാ ഇതായിരിക്കും ആരെ സബ് ഗ്രൂപ്പ്സുകൾ എന്ന് പറഞ്ഞാൽ എൻ ഇസെഡിൻ്റെ. ഓക്കെ, ഈ തിയറി ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റിൽ ഹിൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ സ്വന്തമായിട്ടൊന്ന് വർക്ക് ചെയ്യാം. നെക്സ്റ്റ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. ഈ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ നിങ്ങൾ മുമ്പേ പഠിച്ചതാണ്. 2 നമ്പറിൻ്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറഞ്ഞാൽ എന്താ? GCD ഓഫ് 2 നമ്പേഴ്സ്. അത് രണ്ടിനെയും ഡിവൈഡ് ചെയ്യുന്ന ഇൻഡിജേഴ്സുകളിൽ ഏറ്റവും വലിയ പോസിറ്റീവ് ഇൻഡിജേഴ്സുകളിൽ ഏറ്റവും വലിയതാണോ അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രേറ്റസ്റ്റ് പോസിറ്റീവ്. അതായത് ഡി എന്ന് പറഞ്ഞ രണ്ടിൻ്റെ ഡിവൈസേഴ്സുകളിൽ ഏറ്റവും വലിയ ഇൻഡിജേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. ഇതിനെ നമ്മൾ ഗ്രൂപ്പ് തിയറി ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്യാണ്. അതേ സാധനം തന്നെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ തേർഡ് സെം പഠിച്ചതാണ്. അതേ സംഭവം തന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ് ആർ ആൻഡ് എസ് ബി 2 പോസിറ്റീവ് ഇൻഡിജേഴ്സ്. Then the positive generator D of the cyclic subgroup H equal to NQ, NR plus NQ, N comma M belongs to Z under addition is the greatest common divisor of R and S. അതായത് ഈ എച്ച് ആറിൻ്റെയും എസിൻ്റെയും ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. NR plus MS ആണ് ഇവിടെ. ഞാനിവിടെ പോയിട്ടുള്ളത് MQ എന്നാണ് തിരുത്തണേ. അപ്പോൾ H ഈക്വൽ ടു NR പ്ലസ് MQ എന്നല്ല, H ഈക്വൽ ടു NR പ്ലസ് MS N കോമ M ബിലോങ്സ് ടു Z. ഈ ഗ്രൂപ്പിൻ്റെ പോസിറ്റീവ് ജനറേറ്റർ ഡീനെ വിളിക്കുന്ന പേരാണ് GCD. ഓക്കെ, ഹോംവർക്ക് GCD of 40, find GCD of 42 and 72, find GCD of 125 and 2025 40. ഇതിൻ്റെ GCD കാണാൻ. ഓക്കെ, ഇത് ഹോംവർക്ക് ആയിട്ട്. നെക്സ്റ്റ് റിലേറ്റീവ്ലി പ്രൈം ഇൻഡിജേഴ്സ്. എപ്പോഴാണ് 2 ഇൻഡിജേഴ്സിന് റിലേറ്റീവ്ലി പ്രൈം എന്ന് പറയുക? GCD 1 ആവും. അപ്പോൾ 2 ഇൻഡിജേഴ്സ് R and S are relatively prime if GCD R, S equal to. Prove that if S and R relatively prime and if R divide SM then R divide M. ഇത് നിങ്ങൾ പഠിച്ചതാണ്. അതായത് ആറും എസും റിലേറ്റീവ്ലി പ്രൈം ആണ്. അതിൽ R S ഇൻറ്റു എം എന്ന് പറഞ്ഞ പ്രോഡക്റ്റിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ R അതിനെ ഡിവൈഡ് ചെയ്യും, എമ്മിനെ ഡിവൈഡ് ചെയ്യും. ഹോംവർക്കായിട്ട് ചെയ്യാം. അസൈൻമെൻറ്റ് സോൾവ് എക്സസൈസ് 5 അല്ല എക്സസൈസ് 6 ആണ്. ഓക്കെ, സോൾവ് എക്സസൈസ് 6 ആണ്. അത് ഞാൻ പേര് നമ്പർ മാറിപ്പോയതാണ്. 1 to 25, 33 to 47 of textbook. Prepare lecture note based on this lecture. Okay. ഇപ്പോൾ ഈ അസൈൻമെൻറ്റ്
ഇതിലുള്ള ഞാൻ ഈ ലെക്ചർ നോട്ട് ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്യണം. അതിലുള്ള ബാക്കിയുള്ളതൊക്കെ നാളെ അല്ല ശനിയാഴ്ച വൈകുന്നേരം ആകുമ്പോഴത്തിന് സബ്മിറ്റ് ചെയ്യാം. ശനിയാഴ്ച അല്ല, ഞായറാഴ്ച രാത്രി 4 മണിയാകുമ്പോഴത്തിന് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ.